ഹായ്, ഞാനിന്നൊരു ചോദ്യമായിട്ട് പോവുകയാണ്. ആ ചോദ്യം അതിന് ശരിയായ ഉത്തരം പറയുകയാണെങ്കിൽ ഒരു സമ്മാനമുണ്ട്. അപ്പോൾ ആ ചോദ്യം ഒന്ന് നമുക്ക് കേൾക്കാം. ഈ പോപ്പുലർ ഷോപ്പിലോട്ട് പോകണം കേട്ടോ, ആദ്യത്തെ ചോദ്യമായിട്ട്. ചേട്ടാ, ഒരു ചോദ്യം. ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾ സമ്മാനമുണ്ട് കേട്ടോ. പഴുതാര പ്രസവിക്കുകയാണോ മുട്ടയിടുകയാണോ? പഴുതാര പ്രസവിക്കുകയാണ് അല്ലേ? അടുത്ത ആൾ ചോദിക്കട്ടെ. ഇനി അടുത്ത ഒരു മാഡമുണ്ട് ഇവിടെ, ആ മാഡത്തോടാണ് ചോദ്യം. മാഡം നമസ്കാരം. പഴുതാര മുട്ടയിടുകയാണോ പ്രസവിക്കുകയാണോ? ശരിയായ ഉത്തരം പറയാൻ സമ്മാനമുണ്ട്. പറ പെട്ടെന്ന് പറ. പ്രസവിക്കുകയാണല്ലേ? അപ്പോൾ ശരിയാണ് ഉത്തരം. ഇപ്പോഴാണ്. അടുത്ത് വേറൊരു കടയിലോട്ട് പോവാണ്. ചോദിക്കട്ടെ. ചേട്ടാ നമസ്കാരം. ചേട്ടാ, ഒരു ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ ചേട്ടന് സമ്മാനം തരാം. കൃത്യമായിരിക്കണം ഉത്തരം കേട്ടോ. ചേട്ടാ, പഴുതാര മുട്ടയിടുകയാണോ പ്രസവിക്കുകയാണോ? മുട്ടയാണ്. എത്ര മാസമാണ് അതിന് കുഞ്ഞ് വിരിയാനുള്ള സമയം? അതറിയില്ല. ഒരു ചോദ്യം ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ചോദ്യം ശരിയായ ഉത്തരം പറയുകയാണെങ്കിൽ ചേട്ടന് സമ്മാനം തരുന്നതായിരിക്കും കേട്ടോ. ചേട്ടാ, പഴുതാര മുട്ടയിടുകയാണോ പ്രസവിക്കുകയാണോ? അറിയില്ല. അപ്പോൾ പ്രസവിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഉത്തരം ശരിയായ ഉത്തരം പറയുന്നതായിരിക്കും. ചേട്ടാ, ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ചേട്ടന് സമ്മാനം തരുന്നതായിരിക്കും ശരിയായ ഉത്തരം പറയുകയാണെങ്കിൽ. അതായത് ഒരു ചോദ്യം, പഴുതാര മുട്ടയിടുകയാണോ പ്രസവിക്കുകയാണോ? മുട്ടയാണെങ്കിൽ എത്ര മാസം കൊണ്ട് മുട്ട വിരിയും? അപ്പോൾ നമ്മൾ കോഴി വെച്ചിട്ടുണ്ടെങ്കിലല്ലേ അവിടെ നമ്മൾ 20 ദിവസം കൊണ്ട് വിരിയും. പഴുതാര മുട്ട എത്ര മാസം കൊണ്ട് വിരിയും? കറക്റ്റ് അറിയില്ല. ഓക്കെ, ഇനി ഈ കടയിലോട്ടാണ് പോകുന്നത്. ചേട്ടന് ചോദിക്കാം. ചേട്ടാ, ഒരു ചോദ്യം ചോദിക്കട്ടെ. ഉത്തരം ശരിയായ ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം തരുന്നതായിരിക്കും. യൂട്യൂബ്. പഴുതാര പ്രസവിക്കുകയാണോ മുട്ടയിടുകയാണോ? പഴുതാര അറിയാലോ, പഴുതാര. അത് പ്രസവിക്കുകയാണോ മുട്ടയിടുകയാണോ? എത്ര ദിവസം കൊണ്ടാണ് മുട്ട വിരിയും? ചേട്ടാ, ഒരു ചോദ്യം കേട്ടോ. പഴുതാര മുട്ടയിടുകയാണോ പ്രസവിക്കുകയാണോ? അറിയില്ല. ചേട്ടനറിയോ? നാട്ടുകാരനല്ല. പഴുതാരം കണ്ടിട്ടില്ലേ? ഇല്ല അല്ലേ? സന്തോഷം. ചേട്ടാ, അതെ, ഞാൻ ചേട്ടനോട് ചോദ്യം ചോദിക്കും. അതിന് ശരിയായ ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം തരുന്നതായിരിക്കും. പഴുതാര മുട്ടയിടുകയാണോ പ്രസവിക്കുകയാണോ? പ്രസവിക്കും. അപ്പോൾ ഉത്തരം ഞാൻ അത് കറക്റ്റ് ലാസ്റ്റേ പറയത്തുള്ളൂ കേട്ടോ. പഴുതാര മുട്ടയിടുകയാണോ പ്രസവിക്കുകയാണോ? പ്രസവിക്കുകയാണ് അല്ലേ? അത് ഉത്തരം. ചേട്ടാ, പഴുതാര മുട്ടയിടുകയാണോ പ്രസവിക്കുകയാണോ? പ്രസവിക്കുകയാണ്. ശരിയായ ഉത്തരം നിങ്ങൾക്ക് സമ്മാനം തരുന്ന ശരിയാണെങ്കിൽ സമ്മാനം തരുന്നതായിരിക്കും കേട്ടോ. മോനെ, പഴുതാര പ്രസവിക്കുകയാണോ മുട്ടയിടുകയാണോ? പ്രസവിക്കുകയാണ് അല്ലേ? അതിന് ഉത്തരം പിന്നെ കാണിക്കാം. ശരിയായ ഉത്തരവാണെങ്കിൽ സമ്മാനം തരുന്നതായിരിക്കും കേട്ടോ. ചേട്ടാ, ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതിന് ശരിയായ ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം തരുന്നതായിരിക്കും. പഴുതാര മുട്ടയിടുകയാണോ പ്രസവിക്കുകയാണോ? എത്ര നാൾ കൊണ്ടാണ് മുട്ട വിരിയും? എത്ര ദിവസം കൊണ്ടാണ്? കോഴി നമ്മുടെ അവിടെ വെച്ചാൽ 21 ദിവസം അങ്ങനെ പറയത്തില്ലേ? ഈ പഴുതാര മുട്ട ഇടുകയാണെങ്കിൽ എത്ര നാൾ കൊണ്ടാണ് മുട്ട വിരിയും? 14 ദിവസം അല്ലേ? ചേട്ടാ, പഴുതാര മുട്ട ഇടുകയാണോ പ്രസവിക്കുകയാണോ? എത്ര ദിവസം കൊണ്ടാണ് മുട്ട വിരിയും? 12. ഇരിക്കുകയാണോ? പഴുതാര മുട്ട ഇടുകയാണോ പ്രസവിക്കുകയാണോ? അറിയത്തില്ല. ഓക്കെ, കുഴപ്പമില്ല. ചേട്ടാ, ഒരു ചോദ്യം ചോദിക്കും. ശരിയായ ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനമുണ്ട് കേട്ടോ. പഴുതാര പ്രസവിക്കുകയാണോ മുട്ടയിടുകയാണോ? പ്രസവിക്കുകയാണ് അല്ലേ? അത് ഉത്തരം ശരിയാണെന്ന് നമുക്ക് പറയാം. കുട്ടി, അനിയ, പഴുതാര പ്രസവിക്കുകയാണോ മുട്ടയിടുകയാണോ? പ്രസവിക്കുകയാണ്. ഓക്കെ, അത് ശരിയായ ഉത്തരമാണെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനലിൽ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം തരുന്നതായിരിക്കും കേട്ടോ. ഹലോ മാഷേ, ഹലോ. പഴുതാര പ്രസവിക്കുകയാണോ മുട്ടയിടുകയാണോ? പറ, അവിടെ നോക്കണ്ട, നിങ്ങൾ പറ. മുട്ടയാണ്. എത്ര ദിവസം കൊണ്ട് മുട്ട വിരിയും? എതിരെ 1 മാസം. ശരിയായ ഉത്തരവാണെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം തരുന്നതായിരിക്കും കേട്ടോ. ചേട്ടാ, പഴുതാര മുട്ടയിടുകയാണോ പ്രസവിക്കുകയാണോ? എത്ര ദിവസം കൊണ്ട് മുട്ട വിരിയും? 27 ദിവസം. ശരിയാ. ചേട്ടാ, പഴുതാര മുട്ടയിടുകയാണോ പ്രസവിക്കുകയാണോ? അത് എന്നോട് ചോദിച്ചാൽ ഞാനിങ്ങനെ പറഞ്ഞു. ഞാനല്ലേ ചോദിക്കുന്നത്. പ്രസവിക്കുകയാണല്ലേ? ശരിയായ ഉത്തരവാണെങ്കിൽ സമ്മാനം തരുന്നതായിരിക്കും കേട്ടോ. പഴുതാര കണ്ടിട്ടുണ്ടോ?
പഴുതാര കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? ആ, ചോദ്യം എന്താണെന്ന് വെച്ചാൽ മറുപടി ചോദിക്കാം. പഴുതാര പ്രസവിക്കുകയാണോ മുട്ടയിടുകയാണോ? അപ്പോൾ നമുക്ക് കോഴിയൊക്കെ മുട്ടയെടുത്തില്ലേ? എന്ന് പറഞ്ഞാൽ പഴുതാര എന്ന് പറയുന്ന ജീവി പ്രസവിക്കുകയാണോ മുട്ടയിടുകയാണോ കേട്ടോ. അപ്പച്ചൻ പറഞ്ഞു കേട്ടോ പഴുതാര എന്താ കാണിച്ചു തരും കേട്ടോ. ഓക്കെ, ഒരു ഉത്തരം ശരിയായ ഉത്തരം പറയുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് സമ്മാനം തരുന്നതായിരിക്കും കേട്ടോ. പഴുതാരനെ കണ്ടിട്ടുണ്ടല്ലോ, അത് പ്രസവിക്കുകയാണോ മുട്ടയിടുകയാണോ? പ്രസവിക്കുകയാണ് അല്ലേ? ശരിയായ ഉത്തരമാണെങ്കിൽ സമ്മാനം തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ ചേട്ടാ, ഒരു ഉത്തരം ചോദിക്കുന്നു, അത് ശരിയായ ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം തരുന്നതായിരിക്കും. പഴുതാര പ്രസവിക്കുകയാണോ മുട്ടയിടുകയാണോ? എത്ര ദിവസം കൊണ്ടാണ് മുട്ട വിരിയും? ഓക്കെ ചേട്ടാ നമസ്കാരം. ചേട്ടാ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ചേട്ടൻ അത് ശരിയായ ഉത്തരം പറയുകയാണെങ്കിൽ ചേട്ടൻ സമ്മാനം തരുന്നതായിരിക്കും കേട്ടോ. ചേട്ടാ പഴുതാര പ്രസവിക്കുകയാണോ മുട്ടയിടുകയാണോ? ആ കണ്ടിട്ടുണ്ടോ? പഴുതാര കണ്ടിട്ടുണ്ടോ? ആ, അത് പ്രസവിക്കുകയാണോ മുട്ടയിടുകയാണോ? മുട്ടയാണ്. എത്ര ദിവസം കൊണ്ടാണ് മുട്ട വിരിയും? അപ്പോൾ ശരിയായ ഉത്തരം യൂട്യൂബ് ചാനൽ വഴി കാണുക കേട്ടോ. ഓക്കെ ചേട്ടാ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. അപ്പോൾ അതിന് ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം തരുന്നതായിരിക്കും. പഴുതാര കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? പഴുതാര പ്രസവിക്കുകയാണോ മുട്ടയിടുകയാണോ? മുട്ടയിടുകയാണെങ്കിൽ എത്ര സമയം കൊണ്ട് വിരിയും അത്? ആ കുഴപ്പമില്ല, ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടുന്നതായിരിക്കും കേട്ടോ. പറയൂ. ഹലോ, നമസ്കാരം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോകണം. അപ്പോൾ അതിന് ശരിയായ ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടുന്നതായിരിക്കും കേട്ടോ. പഴുതാര മുട്ടയിടുകയാണോ പ്രസവിക്കുകയാണോ? ആലോചിച്ച് പറയണം. അപ്പോൾ തെറ്റായ ഉത്തരം പറഞ്ഞാൽ ഇത് കിട്ടത്തില്ല, സമ്മാനം കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ മുട്ടയിടാണ് അല്ലേ? എത്ര മാസം കൊണ്ട് വിരിയുമെന്ന് അറിയോ? അറിയത്തില്ല. ഓക്കെ ഓക്കെ മോനെ കൂട്ടാ, എന്താണ് ഉത്തരം? പ്രസവിക്കുകയാണ് അല്ലേ? ഓക്കെ, ശരിയായ ഉത്തരത്തിന് യൂട്യൂബിലൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ കൊണ്ട് സമ്മാനമുണ്ട് കേട്ടോ. ഓക്കെ ചേട്ടാ നമസ്കാരം. പഴുതാര മുട്ടയിടുകയാണോ പ്രസവിക്കുകയാണോ? പ്രസവിക്കുകയാണല്ലേ? അപ്പോൾ ശരിയായ ഉത്തരമാണെങ്കിൽ ഒരു സമ്മാനമുണ്ട് കേട്ടോ. ഓക്കെ ഹായ്, നമസ്കാരം എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ഞങ്ങളിവിടെ കുറച്ച് മണ്ണിന് വേണ്ടി പറമ്പിൽ മണ്ണെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, കുറച്ച് ചെടികൾ നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കാഴ്ച കണ്ടു. അബദ്ധത്തിൽ ഞാനൊരു മണ്ണ് വെട്ടിയപ്പോൾ ഒരു പഴുതാരയുടെ പുറത്ത് കൊണ്ടു അതിൻ്റെ പകുതി മുറിഞ്ഞു പോയി. പക്ഷേ അതെന്താ ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പഴുതാര അടയിരിക്കുകയാണോ, പഴുതാര മുട്ടയിട്ട് കുഞ്ഞിനെ വിരിക്കാൻ വേണ്ടി അടയിരിക്കുകയാണെന്ന് തോന്നുന്നു. അത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടെ ഇത് രാമച്ചമാണ് കേട്ടോ. രാമച്ചത്തിൻ്റെ തൈയാണിത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പറമ്പിൽ നിന്ന് മണ്ണെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഈ മണ്ണെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ വെട്ടി മണ്ണ് ഇറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. മണ്ണ് ഇറക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ കാണുന്നുണ്ടോ? കാണുന്നില്ല അല്ലേ? ഇപ്പോൾ കാണിച്ചില്ല. ഇത് കണ്ടോ? ഈ പൊത്തിൻ്റെ ഉള്ളിൽ പഴുതാര ഇരിക്കുകയായിരുന്നു. ഞാൻ മണ്ണ് വെട്ടലും ഈ പഴുതാരയെല്ലാം ചാടി ഇത് കണ്ടോ, അതിൻ്റെ മുട്ടകളാണ്. ഞാൻ സൂം ചെയ്ത് കാണിക്കാം കേട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ പഴുതാരയുടെ മുട്ടയാണ്. ഞാനും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണിത് കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം. അതായത് അപ്പോൾ മനസ്സിലായി പഴുതാര അടയിരിക്കുകയായിരുന്നു അല്ലേ? ഇതാണ് അതിൻ്റെ അടയിരുന്ന സ്ഥലം. അപ്പോൾ അതിനെ നിർവാകാശാൽ വെട്ടിക്കൊന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുക, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഹലോ, ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഒരു പഴുതാരനെ കണ്ടോ? ഇത് കണ്ടില്ലേ, മണ്ണ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ കേട്ടോ. ഇത് കണ്ടില്ലേ, കുറച്ച് മണ്ണിൻ്റെ ആവശ്യത്തിനാണ്ട് ഞങ്ങൾക്ക് മണ്ണ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഈ പഴുതാരക്ക് വെട്ടുകൊണ്ടുപോയി. ഇപ്പോൾ ജീവിക്കത്തില്ല. ഏതാണ്ട് അങ്ങോട്ട് കയറുന്നുണ്ട്. ഇതുണ്ട്, അങ്ങോട്ട് കയറുന്നുണ്ടോ? പക്ഷെ വലിയൊരു സങ്കടം തോന്നി. കാരണം അറിയാതെയാണെങ്കിലും അതിനെ വെട്ടി മുറിച്ചല്ലോ എന്ന് ഓർത്തപ്പോൾ. പക്ഷേ അതിനേക്കാൾ അത് കണ്ടോ, ഇവിടെ ഈ പൊത്തിനുള്ളിൽ ഇരിക്കുകയായിരുന്നു കണ്ടോ.
ഈ പൊത്തിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ ഇതുണ്ടോ ഈ പൊത്തിൻ്റെ ഉള്ളിൽ. ഒരു മിനിറ്റ്. ആ പഴുതാര ഇരുന്ന പൊത്താണ് അത് കണ്ടോ. ഈ പൊത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇവിടെ മണ്ണിട്ട് മൂടി കിടന്നു. അപ്പോൾ ആ പഴുതാര എങ്ങനെയായിരിക്കും അതിൻ്റെ ഉള്ളിൽ കയറി തുളച്ച് ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ട ഇട്ടുകൊണ്ട് അത് അടയിരിക്കുകയായിരുന്നത് ഉണ്ടോ. ഇത്രയും മുട്ടയുണ്ടായിരുന്നു. അടയിരിക്കുകയാണോ എന്താണെന്നല്ല, പഴുതാര അടയിരിക്കുമോ എനിക്കറിയില്ല കേട്ടോ. പക്ഷെ എന്തായാലും ഇത് മണ്ണ് വെട്ടിയപ്പോൾ ഈ പൊത്തിൻ്റെ ഉള്ളിൽ നിന്ന് പോയതാണ്. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് പഴുതാരയുടെ മുട്ട കാണുന്നത്. ഇതുണ്ടോ, ഇതൊക്കെ പഴുതാരയുടെ മുട്ടയാണ് ആ പൊത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചാടിയത്. അപ്പോൾ എത്ര കുഞ്ഞുങ്ങളുണ്ടാവും പഴുതാര. അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി. അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചാണ്. ഓക്കെ, ഇതുണ്ടോ, ഇതെല്ലാം അതിൻ്റെ മുട്ടകളതെ. ഉണ്ടോ. അപ്പോൾ ഇത്രയും ഞാൻ ഇത് എണ്ണൊന്നുമില്ല, കാരണം ഇത് എവിടെയെങ്കിലും കൊണ്ട് കളയണത്. കാരണം ഇവിടെ ശരിയാവില്ല. അപ്പോൾ എന്തായാലും പൊട്ടിച്ച് കളയത്തില്ല, കാരണം അവരും ജീവിച്ചോട്ടെ. ഇത് വിരിഞ്ഞ് അവിടെയും ജീവിച്ചോട്ടെ. കണ്ടില്ലേ, കുട്ടികൾ കാണേ കണ്ടോ. ഇതൊക്കെ മുട്ടയാണ്, കണ്ടില്ലേ. ഓക്കെ, പഴുതാര മുട്ടയിടുകയാണോ പ്രസവിക്കുകയാണോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരം പഴുതാര മുട്ടയിടുകയാണ്. 1 മാസമാണ് അത് വിരിയാനുള്ള കാലാവധി. ഇത് ഇവിടെ നിന്നാണ് കേട്ടോ ഈ സംഭവത്തെ തുടക്കം. ഓക്കെ, ബൈ.